അടൂരിലെ LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണനോടൊപ്പം മനു കൂടി ചേരുന്നുണ്ട്. മനു, ഏറെ വൈകിയും പ്രചരണം ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രിജി കണ്ണൻ. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? തീർച്ചയായും അവന്തിക, നമ്മളിപ്പോൾ അടൂരിലെ വിവിധ ഇടങ്ങളിലൂടെ പ്രചരണം മുന്നോട്ട് പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. ഞങ്ങളിപ്പോൾ അടൂരിലെ പഴകുളം മേഖലയിലാണ് നിൽക്കുന്നത്. ഈ പഴകുളത്തൂടെ ഇപ്പോൾ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥി പര്യടനം തുടരുകയാണ്. ഈ സന്ധ്യാസമയത്തൊക്കെ വഴിയോരങ്ങളിൽ ഒരുപാട് ആളുകളാണ് സ്ഥാനാർത്ഥിയെ കാണാനായി, അഭിവാദ്യം അർപ്പിക്കാനായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ മികച്ച സ്വീകാര്യത മണ്ഡലത്തിലുടനീളം പ്രിജി കണ്ണന് ലഭിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും എന്നോടൊപ്പം ഇപ്പോൾ പ്രിജി കണ്ണൻ തന്നെ ഈ പര്യടന വാഹനത്തിനൊപ്പമുണ്ട്. നമുക്ക് സംസാരിക്കാം. പ്രിജി, എങ്ങനെയുണ്ട് പര്യടനം? എന്താണ് മണ്ഡലത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ തോന്നുന്നത്? ഇന്ന് സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ആദ്യത്തെ ദിവസമാണ്. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ വളരെ ആവേശകരമായിട്ടാണ് സ്ഥാനാർത്ഥി പര്യടനം പോകുന്നത്. എല്ലായിടങ്ങളിലും ധാരാളം ആളുകളാണ് കാണാനായിട്ട് നിൽക്കുന്നത്. വളരെ സന്തോഷവും ആവേശവും ഉണ്ട്. എല്ലാവരും തരുന്നൊരു ഫീഡ്ബാക്ക് എന്താണ് പൊതുവെ? എല്ലാവരും നല്ല ഫീഡ്ബാക്ക് ആണ് തരുന്നത്. ആത്മവിശ്വാസം തരുന്ന വാക്കുകളാണ് എല്ലാവരിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു യുവാവ് സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു ആവേശമുണ്ടല്ലോ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ. അവരൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് എന്താണ്? അവരെല്ലാവരും വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും ഒരു മകളുടെ ഫീലും ഒരു സഹോദരിയുടെ ഫീലുമാണ് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് അങ്ങോട്ട് തിരിച്ച് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ സന്തോഷവും ആവേശവും നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. 3 തവണ ചിട്ടയം പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിലേക്ക് പ്രിജി ഇപ്പോൾ എത്തുമ്പോൾ സ്വാഭാവികമായും ഒരു വലിയൊരു ഗ്രാഫ് മുന്നിലുണ്ട് അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണ്? നമുക്ക് ഇവിടെ ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ വികസന പ്രവർത്തനത്തിലൂടെ നമ്മുടെ എല്ലാം ജീവിത നിലവാരം ഒരുപാട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഇനി അടുത്ത ഘട്ടത്തിലേക്കുള്ള വികസനം നമ്മുടെ നാട്ടിൽ സാധ്യമാകണം. അതോടൊപ്പം തന്നെ യുവാക്കളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ, വയോജനങ്ങളുടെ കാര്യത്തിൽ അത്തരത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പദ്ധതികൾ പുതുതായി കൊണ്ടുവന്നുകൊണ്ട് ഈ മണ്ഡലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് പദ്ധതികൾ മനസ്സിലുണ്ടാകുമല്ലോ ഇന്നത്തെ തലമുറയുടെ പ്രതിനിധി എന്ന നിലയിൽ. അതെ, പ്രത്യേകിച്ച് തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് അത്തരത്തിൽ തൊഴിൽ കൊടുക്കുന്ന തൊഴിൽദാതാക്കളായിട്ടുള്ള, അത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാകട്ടെ അല്ലാതെ ഇന്ത്യക്കകത്ത് തന്നെ ആയാലും പുറത്തുനിന്നായാലും ഉള്ള സ്ഥാപനങ്ങൾ ഇവിടെ വരണമെന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവർക്ക് വരുമാനദായകമായിട്ടുള്ള പദ്ധതികൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ മനസ്സിലുണ്ട്. ഇപ്പോൾ പ്രിജി എന്നോട് സംസാരിച്ചത് മുഴുവൻ വികസനം, നാടിന്റെ മനുഷ്യർക്ക് ലഭിക്കാൻ പോകുന്ന സേവനങ്ങളെ കുറിച്ചൊക്കെയാണ്. പക്ഷെ മറുഭാഗത്ത് നമ്മൾ കേൾക്കുന്നത് വിവാദങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ പ്രിജി ഇവിടെ വന്നപ്പോൾ തന്നെ പ്രിജിയെ കുറിച്ച് അടക്കം വലിയ തോതിൽ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ് മറുഭാഗത്ത് നിൽക്കുന്നത്. അപ്പോൾ അവരോടൊക്കെയുള്ളൊരു മറുപടി എന്താണ് പറയാനുള്ളത്? മറ്റ് കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ലാത്തത് വിവാദങ്ങളിലൂടെ തളർത്താനുള്ള ശ്രമമായിരുന്നു നടപ്പിലാക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊന്നും തളരുന്ന ആളല്ല. അതെ അതെ, തീർച്ചയായും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സെനറ്റ്, കേരള യൂണിവേഴ്സിറ്റി സെനറ്റിന്റെ ഭാഗമായിരുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടനയൊക്കെ പ്രവർത്തിച്ചു വന്നതാണ്. ആ ഒരു പ്രവർത്തന പരിചയം ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്, ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഉപകാരമാകുന്നത്? അതൊരു വലിയ ഒരു പരിചയം തന്നെയാണ്. കാര്യം കൊല്ലം ജില്ലാ പഞ്ചായത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഏകദേശം 49 വാർഡുകൾ, 45 വാർഡിന്റെ പ്രതിനിധിയായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പരിചയമുള്ളത് ഈ ഒരു മേഖലയിൽ കുറച്ച് വിശാലമാണ് ഇവിടെ. പക്ഷെ എങ്കിൽ പോലും അത് ഗുണം ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം, എല്ലാ ആശംസകളും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അവന്തിക ഇത് അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. വലിയ വെടിക്കെട്ടാണ്, പറയുന്നൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. സ്ഥാനാർത്ഥിയെ കാത്ത് ഒരുപാട് ആളുകൾ ഇവിടെ സ്വീകരിക്കാനായി എത്തിയിട്ടുണ്ട്. അവരുടെ ഒരു സന്തോഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കുന്ന, സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അവരുടെ അടുത്തേക്ക് സ്ഥാനാർത്ഥി ഇപ്പോൾ പോകുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ സ്വീകാര്യത ലഭിക്കുന്നത് കാണുന്നില്ലേ? സ്ത്രീകളും എല്ലാവരും ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ആവേശത്തോടെ സ്വീകരിക്കുന്നു. അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് അവന്തിക ഇപ്പോൾ നമ്മൾ തത്സമയം കാണുന്നത്. അടൂരിന്റെ ഒരു ഗ്രാമ വഴികളിലൂടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്.
മനു, ഈ രാത്രി വൈകിയും വലിയൊരു സ്വീകരണമാണ് ജനങ്ങൾ പ്രജി കണ്ണന് നൽകുന്നത്. തീർച്ചയായും അത് വലിയ സ്വീകരണം തന്നെയാണ് നൽകുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. അവരിങ്ങനെ വന്ന് സ്വീകരിച്ച് സ്ഥാനാർത്ഥിയെ വളരെ സ്നേഹത്തോടെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെല്ലായിടത്തും ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് അപ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ് ഇവിടെ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത്. അവന്തിക.